ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ഒരു സ്വീറ്റായിട്ടുള്ള ഐറ്റമാണ് കാണിക്കുന്നത്. കടലമാവും റവയും ഒക്കെ ചേർത്ത് റെഡിയാക്കിയ ബർഫിയുടെ റെസിപ്പിയാണ്. ഈ ബർഫി ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് കടലമാവാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് ഇടഞ്ഞെടുക്കണം. 1.5 കപ്പ് അളവിലാണ് കടലമാവ് എടുത്തത്. നല്ല ഫ്രഷായിട്ടുള്ള കടലമാവ് എടുത്താൽ കൂടുതൽ നന്നായിരിക്കും. ഇതുപോലെ അരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കട്ടകളൊക്കെ മാറി നല്ല ഫൈൻ പൗഡറായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടലമാവ് ഇട്ടിട്ട് ഒരു 1/4 കപ്പ് അളവിൽ റവയും ചേർത്ത് ഒരു 3-4 മിനിറ്റ് കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ ഇങ്ങനെ വറുത്തെടുക്കണം. ഇപ്പോൾ അത് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 3/4 കപ്പ് അളവിലാണ് നെയ്യ് എടുത്തത്. അതിൻ്റെ പകുതി ഭാഗം ആദ്യം ഒഴിച്ചിട്ട് നെയ്യിൽ കിടന്നു അത് ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ കടലമാവ് എത്ര വറുക്കുന്നോ അത്രയും ബർഫിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാകും. ഈ സമയം നമുക്ക് ഷുഗർ ചേർക്കാം. 3/4 കപ്പ് അളവിലാണ് ചേർക്കേണ്ടത്. പൗഡർ ഷുഗർ ആയാലും നന്നായിരിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ തരിയായിട്ടുള്ള ഷുഗറും ചേർക്കാവുന്നതാണ്. ഷുഗർ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് അത് കൂടുതൽ ഡ്രൈ ആകാതെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുകയും കൂടാതെ നമ്മൾ അതിൽ ചേർത്ത ഷുഗറൊക്കെ നല്ല മെൽറ്റാവുകയും ചെയ്യും. ഈ സമയം നമുക്ക് കളറിനായി ഒരു 2 പിഞ്ച് ഫുഡ് കളർ ചേർക്കാം. ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്തത്. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലേവറിനായി 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഏലക്കായും ചേർത്തിട്ട് അതും ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ 3/4 കപ്പ് നെയ്യിൽ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം നമുക്ക് അത് അതിലോട്ട് ചേർക്കാം. നമ്മൾ ഈ നെയ്യ് മിക്സിലോട്ട് ഒഴിച്ചിട്ട് അത് 3-4 മിനിറ്റെങ്കിലും ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കൂടാതെ നമ്മൾ ബർഫി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ദിവസം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ആക്കിയാൽ അത് പെട്ടെന്നത് ഡ്രൈ ആകും. കൂടുതൽ അത് നിന്ന് വേകണം, എന്നാലേ നന്നായിരിക്കുകയുള്ളൂ. നമുക്ക് ഈ സമയം 1/4 കപ്പ് അളവിൽ ഷുഗർ ചേർക്കാം. ഇത് തരിതരിയായുള്ള ഷുഗറാണ് ചേർക്കേണ്ടത്, എന്നാലേ നല്ല സോഫ്റ്റായി വരികയുള്ളൂ. മൊത്തത്തിൽ ഒരു കപ്പ് ഷുഗറാണ് എടുത്തത്. നമ്മൾ 3/4 കപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് മധുരം ഉണ്ടാകും. മധുരമൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചെറിയ മധുരമാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഷുഗറിൻ്റെ അളവ് കുറച്ചാൽ മതിയാകും. ഇപ്പോൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ലഡുവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിനു മുന്നേ കുറേയേറെ സ്വീറ്റ് ഐറ്റങ്ങളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റവ ലഡു, അതുകൂടാതെ കോക്കനട്ട് വെച്ചിട്ടുള്ള ലഡു ഒക്കെ, അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ആദ്യം ടിന്നിലൊന്ന് അല്പം ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ആ മിക്സ് വയ്ക്കുക. മിക്സ് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇതേപോലെ എടുക്കേണ്ടത്. എന്നിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വച്ചിരിക്കണം. അത് നല്ല സെറ്റാവാൻ വേണ്ടിയാണ്. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിങ്ങിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ടും ബദാം, പിസ്ത ഇതൊക്കെ നല്ലതായിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൈവശമുണ്ടെങ്കിൽ അതിട്ടാലും നല്ല കളർഫുള്ളാകും അതൊന്നുകൂടെ. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആണ് എടുത്തത്. ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അല്പം നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നന്നായിരിക്കും. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇത് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്യുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ബർഫിക്ക് നെയ്യുടെയൊക്കെ നല്ല ഫ്ലേവറാണ്, അതുകൂടാതെ നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് നല്ല ഈസിയായി തന്നെ അതിൽ നിന്നും എടുക്കാൻ സാധിച്ചു. നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.